വന്നേക്കണേ? എന്തിനാ വന്നേക്കണേ? കാരണം എന്റെ അപ്പന്റെ ബർത്ത്ഡേ ആണ് റാറ്റിക്ക്. അപ്പോൾ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, January 2nd. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് സ്റ്റാൻസിയുടെ വക ഒരു സർപ്രൈസ്. അവൾ പറഞ്ഞു എനിക്ക് ഷോപ്പിൽ പോകണം, അരി വാങ്ങിക്കണം എന്തോ പറഞ്ഞു ഷോപ്പിൽ വന്നിട്ട്. ഇവിടെ ഒരു റെബൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, നമ്മുടെ ഈ ടീഷർട്ടും ഇതൊക്കെ കിട്ടുന്ന. അങ്ങനെ 2 ടീഷർട്ടുകൾ സ്റ്റാൻസി എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു. ഇനി എങ്ങോട്ടാ പോകാനുള്ള? കേക്ക് വാങ്ങിക്കാം. അതെവിടെയാ? ഓക്കെ. അവിടെ ഇരുന്നോ. നദാനോട് അടുത്ത് സ്റ്റാൻസി അടുത്ത സർപ്രൈസ് പറഞ്ഞു, എന്നിട്ട് അപ്പനോട് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നദാനും അത് എന്നോട് പറഞ്ഞു. സ്റ്റാൻസി എനിക്ക് വേണ്ടിയിട്ട് ഏതോ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട്. എനിക്ക് ഇംഗ്ലീഷ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാൻസിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സ്റ്റാൻസി കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നദാനും എൻ്റെ അടുത്ത് അപ്പയ്ക്ക് സർപ്രൈസ് ഉണ്ട്, അതൊരു ഫുഡാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സർപ്രൈസ് റിവീലായി. ബർത്ത്ഡേ ഡ്രസ് അല്ലേ? എങ്ങനെയുണ്ട്? എനിക്ക് നൈക്കാണ് ഏറ്റവും ഇഷ്ടം. അതാ അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? പറ, സർപ്രൈസ് എന്താ പറഞ്ഞേ? സർപ്രൈസ് പറഞ്ഞു ഒരു ഇംഗ്ലീഷ് ഫുഡ് ആണ്, ഇങ്ങനെ ഇംഗ്ലീഷ് ഫുഡ്സ് ആണ്. ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞു നിങ്ങൾ അപ്പനെ പറയൂല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഓപ്പൺ പോയില്ല. അപ്പനോട് ഉറപ്പായിട്ടും പറയില്ലെന്ന് പറഞ്ഞു അല്ലേ? അവിടെ കഴിച്ചിട്ട് ഞാൻ കേക്കിട്ട് ഞാൻ ഒരാൾ ഇംഗ്ലീഷ് ഫുഡാണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അപ്പന് പോയി. ഇപ്പൊ അപ്പയ്ക്ക് സർപ്രൈസ് എന്താന്ന് മനസ്സിലായി. ഇപ്പൊ ഇനി ഏത് റെസ്റ്റോറന്റ് ആണെന്ന് മാത്രം മനസ്സിലായാൽ മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മേ മതി നിന്നോട്. ഹാപ്പി ബർത്ത്ഡേ ടു താങ്ക് യു. അയ്യോ താങ്ക് യു. ഞാൻ നദാന്റെ അടുത്ത് ചോദിച്ചിട്ട് നദാൻ എല്ലാ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നു. എല്ലാം പറഞ്ഞു അല്ലേ നദാ? ഇനിയിപ്പോ റെസ്റ്റോറന്റ് മാത്രം അറിഞ്ഞാൽ മതി. സ്റ്റാൻസി പ്ലാൻ ചെയ്ത സർപ്രൈസ് ഒക്കെ പാളിപ്പോയി, എല്ലാം പാളി. എന്റെ മോൻ എല്ലാം പറഞ്ഞു തന്നു അല്ലേ നദാ? ഗുഡ് ബോയ് ആണ് എന്റെ മോൻ. ഗുഡ് ബോയ്. സ്റ്റാൻസിയുടെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് നിന്നോട് പറയൂല. പോവാല്ലേ? അപ്പൊ റെസ്റ്റോറന്റിന്റെ അഡ്രസ് പറയൂ കുഞ്ഞാ, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. ഇതല്ലേ സ്ഥലം? പേൾ ഇന്ത്യൻ ഈറ്ററി. ഇന്ത്യൻ ഈറ്ററി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷുകാരൊക്കെയുള്ള ഇറങ്ങിയല്ലേ? തായ് ഫുഡ് ആണെന്നല്ലേ? വേണ്ട, തായ് ഫുഡ് എനിക്കിഷ്ടം. അടിപൊളി റെസ്റ്റോറൻറ്റ്. ഞാൻ താങ്ക് യു. ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് വേണമെന്ന് പറയായിരുന്നു തായ്ലാൻഡിൻ്റെ. അപ്പോൾ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റാൻസി അത് ഓർത്ത് വെച്ച് മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിച്ചു തരാമെന്നാണ്. ഇംഗ്ലീഷ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തതാണല്ലേ നീ? അപ്പോൾ അപ്പൊ ഞാനാ ചമ്മി പോയത്. അയ്യോ, ആദ്യമായിട്ടാ തായ് റെസ്റ്റോറൻറ്റിൽ വന്നെ അല്ലേ? ഞാൻ ഈ തായ് ഫുഡുകൾ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് തായ് കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാൻസ് ഇത് ഓർത്ത് വെച്ചിട്ട് തായ് റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്. ഞാൻ അത് കഴിച്ചിട്ടേ ഇല്ല, പക്ഷെ കഴിക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ക്രേവിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവൾ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് പറഞ്ഞു, പിന്നെ എന്തോ ഒരു കോക്ടൈൽ പറഞ്ഞു, പിന്നെ എന്തോ ഒരു പൈനാപ്പിൾ പ്രോൺസ് കറി.
പൈനാപ്പിൾ, പിന്നെ എന്തോ ഒരു ബാങ് പ്രോൺസ് ഫ്രൈ, എന്തൊക്കെയോ കുറെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് തായ് ഫുഡ് കഴിക്കാൻ പോവാം. താങ്ക് യു. ഇവരിവിടെ കൊച്ചിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ മീൻസ് കളർ ചെയ്യാനായിട്ടുള്ളത് കൊടുക്കും കേട്ടോ. അത് നല്ല കാര്യമാണ്. വെറുതെ മൊബൈൽ കൊടുക്കുക അല്ലെങ്കിൽ കൊച്ചിനെ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വിത്ത് ക്രയോൺസ്. യു ലൈക്ക് ദാറ്റ് നദ? എന്തൊക്കെയാണത്? കൊച്ചിന് കളർ ചെയ്യാൻ കൊടുത്തിട്ട് കളർ ചെയ്യണത് ആരാ നോക്കി. നല്ല രസമായിട്ടുണ്ട്. നിന്റെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് സാധനം വന്നല്ലേ, ബാങ് പ്രോൺ. ഇതിന് മുകളിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. കഴിക്കാൻ പറ്റുന്ന പൂവാണാവോ? ഇങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? മാംഗോ സ്റ്റിക്കി റൈസ്. ഈ റൈസ് കണ്ടിട്ടാണ് ഞാൻ സ്റ്റാൻസിയുടെ അടുത്ത് തായ് ഫുഡ് വേണം, മാംഗോ സ്റ്റിക്കി റൈസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? താങ്ക് യു കുഞ്ഞ, താങ്ക് യു. ലൈഫിൽ ആദ്യമായിട്ടോ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ മാങ്ങ അല്ലേ, ഇതേണ്ടോ മാമ്പഴം. ഇതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ക്രീം, ഐസ്ക്രീം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ക്രീം, ബബിൾസ് വിത്ത് ഐസ്ക്രീം, റൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. നാനും നോക്കി നിൽക്കണം എന്താണ് സംഭവം അറിയാം. ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഐസ്ക്രീമും ഇഷ്ടായോ? റൈസിന് മധുരം ഉണ്ടോ? സ്റ്റിക്കി എന്ന് പറയണതല്ലേ, മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കഴിക്കണമെങ്കിലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാമത് കൂടി പറഞ്ഞു, പക്ഷെ ഇവിടെ സോൾഡ് ഔട്ട് ആയിപ്പോയി, തീർന്നു പോയി. ആകില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഇന്ന് കഴിച്ചാല്? മാംഗോ സ്റ്റിക്കി റൈസ്. ഏതാ പറഞ്ഞോ? അതാണ് ഇഷ്ടായേ, വൈറ്റ് ടൈഗർ. മാംഗോ സ്റ്റിക്കി റൈസിന്റെ ഒരു അവസ്ഥയെ നോക്കി. എങ്ങനെ ഇരുന്ന പ്ലേറ്റാ? വടിച്ചെടുത്ത് കഴിക്കുന്നതാണ്. എല്ലാം കഴിച്ചു കേട്ടോ. പൈനാപ്പിള് ഓൾമോസ്റ്റ് ഫിനിഷായി. പിന്നെ ഇതും കഴിഞ്ഞു. പാവം ഇനി ഇച്ചിരി ബ്രോക്കോളിയും നോർമൽ റൈസും മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് മോക്ടെയിലും. പൊങ്കലിന്റെ റൈസ് പോലത്തെ റൈസ്, പക്ഷെ എന്താ പറയാ, മധുരം, മാങ്ങ, ഐസ്ക്രീം, ക്രീം, കനത്ത കോമ്പിനേഷൻ. നമ്മുടെ നാട്ടിൽ ഇത്രയും മാങ്ങ ഉണ്ടായിട്ട് ഇതുവരെ ആരും ചോറിൻ്റെ ഒപ്പം പഴുത്ത മാങ്ങ കഴിക്കാന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. ഏതെങ്കിലും നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മസ്റ്റ് ട്രൈ. ആർക്കെങ്കിലും തായ് ഫുഡ് കഴിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓക്ലാൻഡിൽ ഈ റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി. ഗ്രേലിനിലാണ് ഓക്ലാൻഡിൽ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും തായ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി. ടൈഗർ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഗ്രേനിൽ ഓക്ലാൻഡിലാണത്. ടേബിൾ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെസ്റ്റ്. നമുക്ക് നല്ല ഇത് സീറ്റിംഗ് ഒക്കെ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും, അതാണ്. പിന്നെ നല്ല ഫുഡാണ്. ഞങ്ങൾ കഴിച്ച എല്ലാ സംഭവവും നമുക്ക് ഇഷ്ടപ്പെട്ടു. വൈബും അടിപൊളിയാണ് ഇവിടെ. ലേശം കോസ്റ്റ് കൂടുതലുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അതിനുള്ളതുണ്ട്. വെർത്താണ് ഫുഡ്.
ബിഗ് ഫാമിലി. അങ്ങനെ ജിത്തു ബ്രോ 34 തികഞ്ഞിരിക്കുകയാണ്. 34 തികഞ്ഞിരിക്കുകയാണ് ജിത്തു ബ്രോയ്ക്ക്. എനിക്ക് തെറ്റിയതല്ലേ, 34ആണല്ലേ. ഫ്രെഡിക്ക് കൊടുക്കാൻ കാത്തുമ്മ കാത്തുമ്മ. Oh my God! Look at this. You like it? What he doesn't like? What he doesn't like? He likes everything. നെക്സ്റ്റ് സീനിയർ. അമ്മാമ്മ കഴിഞ്ഞ സീനിയർ അടുത്ത് നിങ്ങളാ. നമുക്ക് സെലിബ്രേഷൻ കഴിഞ്ഞു. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സന്ദർഭമായിരുന്നില്ല. നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? അപ്പോൾ ഉറങ്ങട്ടെ. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.